അല്ല കനക, അപ്പൊ ഈ വീട്ടിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടാവോ? വീട്ടിൽ ഷൂട്ടിംഗ് ഉണ്ടാവില്ല. ഷൂട്ടിംഗ് ഒക്കെ അവിടെ ചാനലിന്റെ ഫ്ലോറിലല്ലേ. അങ്ങനെ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ സീസണേ ഈ വീട്ടിലൊക്കെ വന്ന് അവര് ഷൂട്ട് ചെയ്ത്. ആണോ? എന്നിട്ട് അയൽവക്കക്കാരോടൊക്കെ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ ചോദിച്ചെന്നാ കേട്ടത്. ഓ, അത് ശരി. ചിലപ്പോ വരുമായിരിക്കും കേട്ടോ. ചിലപ്പോ വന്നിട്ട് അമ്മയുടെ ഒക്കെ നമ്മൾ എന്താണ് അമ്മ അങ്ങനെയൊക്കെ ചോദിക്കല്ലോ. അത് എടുക്കായിരിക്കാം. പിന്നെ നാട്ടുകാരെ കാണട്ടെ. നാട്ടുകാര് കാണട്ടെ. പക്ഷെ ഈ ക്ലീറ്റസുമായിട്ടുള്ള അലമ്പൊന്ന് നിർത്തണം. അല്ല, ആളുകൾ അതൊക്കെ വിളിച്ചു പറഞ്ഞാൽ മോശമാവൂട്ടാ. ഏയ്, അതൊന്നും പറയില്ല. അതിപ്പോ അവര് പറയുന്നതിന് മുമ്പ് നമ്മൾ അങ്ങ് പറഞ്ഞു കൊടുക്കുമല്ലോ എന്റെ മാതിരിയൊക്കെ പറയണമെന്ന്. ഇത് ഒരുപാട് പൈസ ആവൂല്ലോ ഇതിനൊക്കെ പോവാൻ. ഏയ്, ഇതിനെന്താ പൈസ ചെലവ്? എടാ, ജയിച്ച് വന്നു കഴിഞ്ഞാൽ 1 കോടിയുടെ ഫ്ലാറ്റാണ്. 1 കോടി രൂപയെ? വെറുതെ പറഞ്ഞ അതൊന്നും തരൂല. വെറുതെ ആണത്. ആര് പറഞ്ഞു 1 കോടിയുടെ ഫ്ലാറ്റ് വരില്ലേ? പിന്നെന്താ പ്രശ്നം? 1 കോടിയാ കിട്ടും. പിന്നെ ഇനിയിപ്പോ 1 കോടി കിട്ടുന്നതാണ്. അതിനിപ്പോ ലേശം പൈസ എന്തെങ്കിലും ചെലവായാലും കുഴപ്പമില്ല. എന്താ കുഴപ്പം? അത് ശരി. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം എന്താ അറിയോ? ഇപ്പോൾ ഞങ്ങളെ സെലക്ട് ചെയ്തല്ലോ. ഞങ്ങളെ സെലക്ട് ചെയ്ത പോലെ വേറെയും കുറെ കുടുംബങ്ങൾ ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10-15 പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിട്ടുള്ള മത്സരമാണ്. അപ്പോൾ ആ മത്സരത്തിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് പോവാതെ നമ്മൾ ഫൈനലിലേക്ക് എത്തണം. നീ പിന്നെ എലിമിനേറ്റ് ചെയ്ത് പോകൂല. അതാ, നമുക്ക് ഈ കറണ്ടിന്റെ പരിപാടിയൊക്കെ അറിയാലടാ. കറണ്ടിന്റെ പരിപാടി അറിയാലേ. ഇത് തമ്മിൽ എന്താ ബന്ധം? പിന്നെ എലിമിനേഷന്റെ കാര്യം മറ്റേ മിന്നണ ലൈറ്റിന്റെ കാര്യമൊക്കെ അല്ലേ പുറകിൽ കിടന്നത്. പൊട്ട മിന്നണ ലൈറ്റിന്റെ കാര്യമൊക്കെ അവിടെ ആൾക്കാരുണ്ടാവും, അവർ നോക്കിക്കോളും. ഇത് അതല്ല, അത് നമ്മൾ ഡാൻസ് ചെയ്യൊക്കെ വേണം. അതാ പ്രശ്നം. അത് ശരി. ജമന്തിക്ക് അറിയാലോ ഡാൻസ്? ഞാൻ ജമന്തി ഡാൻസ് ചെയ്യും, പക്ഷെ ഞാനും ഡാൻസ് ചെയ്യണ്ടേ? ചെയ്യണം. 1 കോടി രൂപ കിട്ടണ വെറുതെ പറ്റുമോ? അതാണ് ഇപ്പൊ ഞാൻ ആലോചിക്കണത്. എന്താണ് ഇപ്പൊ ചെയ്യാൻ പറ്റുക? അത് ഈ നെറ്റിൽ നോക്കിയിട്ട് നമ്മൾ അതിന്റെ ഒപ്പം പഠിച്ച് കളിച്ചാൽ മതി. അങ്ങനൊന്നും കളിച്ചാലും പറയാം. ബാക്കി അവിടെ വന്ന ആൾക്കാരൊക്കെ ഭയങ്കര കളിക്കാരാണ്. അവരുടെ ഒക്കെ മുകളിൽ എത്തണമെങ്കിൽ ഏതെങ്കിലും ആളെ വെച്ച് പഠിക്കണം. പറ്റൊരു ഡാൻസ് മാഷൊക്കെ കിട്ടും. അപ്പൊ ആദ്യം ഡാൻസ് കളിക്കണ്ടത്. ഡാൻസും വേണം, പിന്നെ അഭിനയം അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞുതരാൻ പറ്റിയ ഏതെങ്കിലും ആളുണ്ടോ പരിചയത്തില്? ഡാൻസിന് പറ്റിയ ഒരാളുണ്ട്. പക്ഷെ അവനെ കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. അതാരത്? നമ്മുടെ വീടിന്റെ അടുത്താണ്. PP എന്ന് പറയും. പത്രത്തിലൊക്കെ വരാറുള്ളതാണ്. ഈവൻ ഈ സ്കൂൾ യുവജനോത്സവത്തിനെ പിള്ളേരെയൊക്കെ ഡാൻസും കുച്ചിപ്പുടിയും കഥകളിയൊക്കെ പഠിപ്പിക്കണവനാണ്. ഇവൻ കൈവച്ച അവർക്ക് ഫസ്റ്റാണ്. ആണോ? പിന്നെ നല്ല ബർക്കത്തുള്ളവനാണ്. എന്നാ പിന്നെ നീ അവനൊന്ന് വിളിക്കടാ. എന്റെ കനക, അവനെ കിട്ടാൻ പ്രയാസമാണ്. പിന്നെ ഞാനും ഉള്ള അടുപ്പത്തിന്റെ പുറത്ത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഈ PP-നെ കിട്ടിയ കനക നിന്റെ ഭാഗ്യം. ഫ്ലാറ്റ് ഉറപ്പാണ്. ഞാൻ ഇറങ്ങുവാ. കനകന്റെ വീട് ഏതാ സാറേ? കനകന്റെ വീട് ഇതാണ്. ഓ, ഇതാണോ? അതെ, എന്നൊന്ന് സെക്രട്ടേറിയറ്റിലാക്കാമല്ലോ അല്ലേ? മന്ത്രിയാ? മന്ത്രി ആവും ഞാൻ. അല്ല, നമ്മളെനിക്ക് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ല? ഒന്ന് ഓർത്തു നോക്കൂ. സോറി കേട്ടോ, ജോസഫിന്റെ കടയിൽ ജ്യൂസ് അടിക്കാൻ നിൽക്കണ. ഒന്ന് പോടാ ഇവിടുന്ന്. ഡാൻസ് മാഷാടോ. അപ്പൊ ഇയാള് പേപ്പർ ഒന്നും വായിക്കാറില്ലല്ലേ? ഓ, ഞാൻ അങ്ങനെ പത്രമൊന്നും വായിക്കാറില്ല. പേപ്പർ വായിക്കാത്ത ആളാ മന്ത്രിയാകാൻ പോകുന്നത്. ഇയാളൊക്കെ മന്ത്രിയായാൽ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ മന്ത്രിയാവുന്നവരൊക്കെ പത്രം വായിച്ചുകൊണ്ട് കിടക്കുകയല്ലേ. അല്ല, ഈ ഡാൻസ് മാഷിന് ഇവിടെ ഇപ്പം എന്താണ് കാര്യം? ഈ കനകന്റെ വീട്ടിൽ ആരെയോ ഡാൻസ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനൊരാൾ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഡാൻസ് പഠിക്കാൻ പാകത്തിന് അങ്ങനെ ആരും അതൊന്നും എനിക്കറിയില്ല. ഇവിടെ വരാൻ പറഞ്ഞു. എന്തായാലും മാഷ് ഡാൻസ് പഠിപ്പിക്കാൻ വന്നതാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പക്ഷെ അത് മാഷിനോട് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാ പിന്നെ പറയണ്ട. അല്ല, മാഷ് അറിയണം. എന്നാ പറയടോ. ഈ കനകൻ എന്ന് പറയുന്നവനുണ്ടല്ലോ, എൻ്റെ അളിയൻ. അവന് ചെറിയൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? അല്ല, പേടിക്കാനൊന്നുമില്ല. അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്നൊരു കമ്പിപ്പാര എടുത്തും കണ്ണി കാണുന്നവരെയൊക്കെ തലമണ്ട അടിച്ചങ്ങ് പൊട്ടിക്കും. ചുമ്മാതെ തലമണ്ട അടിച്ച് പൊട്ടിക്കുന്നു? അവനൊരു രസമാന്നേ. അയ്യോ, നാട്ടുകാരൊക്കെ പറയുന്നത് എന്തോ വട്ടുന്നോ അങ്ങനെ എന്തോ പറയുന്നത്. അളിയനായി പോലും എനിക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഈ മാനസിക രോഗം അങ്ങനെ ഏതായാലും? അല്ല, ഈ ഷോക്ക് കൊടുക്കുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നത്തിൽ. അത് മാനസികരോഗമാണ്. മാനസികരോഗമാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അവന് ഷോക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പേടിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ വന്നാലും എനിക്ക് പേടിയില്ല. കാരണം എന്താണ്?
ഞാൻ ഇതുപോലുള്ള ആൾക്കാർ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്പരൊന്നും എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. ആ കണ്ട ആൾക്കാരെ പോലെയൊന്നും അല്ല ഇത്. ദേഷ്യം വന്ന ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. പോരെ? പിന്നെ ആയിക്കോട്ടെ. ജീവനുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അതാ മന്ത്രിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ. വന്നപ്പോ തന്നെ എനിക്ക് പണിയൊന്നല്ലേ. താൻ വണ്ടി വിടും, ഞാൻ തരാം. എന്ത് പതുക്കെ? പിന്നെ നമ്മള് ഫ്ലാറ്റിലേക്ക് പോയി കഴിഞ്ഞാലേ നമ്മുടെ രീതികളൊക്കെ ഒന്ന് മാറണം കേട്ടാ. ഫ്ലാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ രീതികൾ മൊത്തം മാറുമല്ലോ. അവിടെ മൊത്തം നമുക്ക് പുതിയ ഫർണിച്ചറുകളൊക്കെ കൊണ്ടുപോയി നിറയ്ക്കണം. ഈ സാധനം ഒന്നും കൊണ്ടുപോകണ്ട. ഇതൊന്നും കൊണ്ടുപോകണ്ട. പിന്നെ അമ്മയുടെ കാര്യമാണ്. അമ്മ വരൂ. അമ്മയോട് നമുക്ക് പറഞ്ഞു നോക്കാം. സമ്മതിക്കാണെങ്കിൽ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മ നമ്മുടെ കൂടെ വന്നാ അങ്ങനെ അങ്ങ് നിന്നോണം. പിന്നെ അവിടെ വന്നിട്ട് തങ്കം കുങ്കം എന്നൊക്കെ പറഞ്ഞ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നറിയാം. ഇല്ലെങ്കിൽ വേണ്ടടി, തങ്ക ഇവിടെ ഉണ്ടാവുമല്ലോ. തങ്ക തന്നെ കൂടെ നിൽക്കുക, ഇവിടെ നിൽക്കട്ടെ. എന്താന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ. അവനെന്താ പ്രശ്നം? പക്ഷെ ഒരു കാര്യമുണ്ടേ, ഏട്ടൻ നന്നായിട്ട് അധ്വാനിക്കണം. ഫ്ലാറ്റ് കിട്ടിയ ഞാൻ എന്തിനാ അധ്വാനിക്കണം? അല്ല, ഫ്ലാറ്റ് കിട്ടണമെങ്കിൽ അതിനെന്താ പ്രശ്നം? ഏട്ടൻ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കണമെന്ന്. എടി അതിനല്ലേ മാഷ് വരൂലേ? മാഷ് വരും. പക്ഷെ ആ ഓഡീഷൻ ഏട്ടൻ കളിച്ചത് കൊണ്ടായിട്ടല്ലോ. അതോടൊപ്പം അയ്യോ, താളുണ്ടായിരുന്നോ? താളുണ്ടായിരുന്നില്ല. അത് ഡാൻസ് ആയിരുന്നോ? ഡാൻസ് അല്ല. അതെ, രണ്ട് പൊട്ടങ്ങളി പോലെ എനിക്ക് തോന്നിയേ. പക്ഷെ എന്നാലും കിട്ടിയല്ലോ. എന്നാലും കിട്ടിയല്ലോ, അതൊരു ഭാഗ്യം. പിന്നെ എന്റെ ഡാൻസ് കണ്ടിട്ട് അവര് തന്നു. എന്തായാലും മാഷ് വന്ന് പഠിപ്പിക്കുമ്പോ നീ കളിക്കുന്നേക്കാ നന്നായി ഞാൻ കളിക്കും. പിന്നെ പിന്നെ ഇല്ല നോക്കിക്കോ. നോക്കാം. അത് ഇനി ഡാൻസ് കളിക്കാനുള്ള കാലാണ്. അത് പിടിച്ചു കുടിക്കണ്ട. അയ്യോ, അടി തെളിച്ചു പോയി കാണും. ഇന്ന് വഴക്ക് കേൾക്കും. എന്റെ ശിവനെ, അയാൾ പറഞ്ഞ പോലെ ഡാൻസ് പഠിപ്പിക്കേണ്ട ആൾ ഇന്ന് സൈലന്റ് ആയിരിക്കുമോ അതോ വയലന്റ് ആയിരിക്കുമോ? കൃഷ്ണ, സൈലന്റ് ആയിരിക്കണേ. ഹലോ, ആരുമില്ലേ ഇവിടെ? ഹലോ. ആരാത്? ആരാ? ആരാ? ഞാൻ ഈ വീട്ടിലാളാ. നമ്മളാരാ? ആണോ? ഡാൻസ് പഠിപ്പിക്കാൻ. ഡാൻസ് മാഷാണോ? വരൂ മാഷ, വരൂ 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 വരൂ. ഞങ്ങള് വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനും വെയിറ്റ് ചെയ്യായിരുന്നു വാതിക്കലേ. എന്താ പേരെന്ന് പറഞ്ഞത്? എന്റെ പേര് കനകൻ. കനകൻ. അപ്പൊ എന്നെ അറിയേയില്ല? അറിയാം, മറ്റേ ഫാസില് പറഞ്ഞിട്ട് എനിക്കറിയാം. അല്ലാതെ എന്നെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല? അല്ലാതെ ഞാൻ കേട്ടിട്ടില്ല. അയ്യോ, അത് ഭയങ്കര കഷ്ടട്ടോ. ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ എപ്പോഴും അറിഞ്ഞിരിക്കണം, പേപ്പർ വായിക്കണം. കഴിഞ്ഞ 4 വർഷമായിട്ട് എന്റെ സ്റ്റുഡൻസിനാണ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനും യുവജനോത്സവത്തിനും എ ഗ്രേഡും ഫസ്റ്റ് പ്രൈസും ഒക്കെ കിട്ടുന്നത്. എത്ര പേരെ കലാതിലകങ്ങളും കലാപ്രതിഭയായിട്ട് പോയിരിക്കുന്നത്. ചലച്ചിത്രത്തിൽ തന്നെ കുറെ പേര് പോയിട്ടുണ്ട്. എല്ലാ പേപ്പറിലും കാണും. ഞാനും കുട്ടികളും നിൽക്കുന്ന എല്ലാ ഫോട്ടോസും മിക്ക പേപ്പറിലും വരാറുണ്ട്. ആനുകാലികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ വായിക്കണം എപ്പോഴും. ആർക്കാ ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞത്? ഡാൻസ് ഞങ്ങൾക്ക് 2 പേർക്കും പഠിക്കണം. ഓഹോ, എന്തായിരുന്നു നിങ്ങൾക്ക്? എന്താണ് ഒരു എയിം ഉണ്ടാവണമല്ലോ ഡാൻസ് പഠിക്കണമെങ്കിൽ. അതെ അതെ, അതിപ്പോ നമുക്ക് ഈ ടെലിവിഷനിലേക്കുള്ള റിയാലിറ്റി ഷോ. ഇപ്പൊ എല്ലാം ഒരു ഫാഷനായി മാറിയിരിക്കുകയാണല്ലോ. ഞാൻ വൈഫിനെ വിളിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ജമന്തി, 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 ജമന്തി. ഫാമിലി ഒക്കെ? എന്റെ ഫാമിലി എല്ലാം ബോംബെയിലാണ്. ഞങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യാണ്. ഇതിപ്പോ തന്നെ ഒരു റിക്വസ്റ്റിന്റെ പേരിൽ ഞാൻ നാട്ടിലെ കേരളത്തിൽ വന്നതാണ്. ബോംബെയിലാണോ? ബോംബെയിലെ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അവിടെ ഹിന്ദി സ്റ്റാർസിനെയൊക്കെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നു. ഐശ്വര്യ റോയി ഒക്കെ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ആണല്ലേ? എന്തായാലും ഞങ്ങളുടെ ഭാഗ്യം. അതൊന്നുമില്ല. ജമന്തി, ജമന്തി, ഇങ്ങോട്ട് വാടി. ജമന്തി, ഇമ്മറത്തെ ഒരാൾ വന്നാ വിളിക്കണത്. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ആള് വരില്ലേ? വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടോ? എപ്പോഴെങ്കിലും. ഞാൻ അറിഞ്ഞായിരുന്നു. ഇത് വൈഫാണ്. നമസ്കാരം. നമസ്കാരം. പേരെന്താന്ന് പറഞ്ഞേ? ജമന്തി. മാർവലസ്. അതൊരു പുഷ്പത്തിന്റെ പേരല്ലേ? ഇങ്ങനെ വിടർന്ന് തുടുത്ത് നിൽക്കുന്ന ഒരു പൂ, ജമന്തി പൂവ്. ചിറ്റപ്പനിട്ട പേരാ? ആണോ? ചിറ്റപ്പൻ നല്ല ദീർഘവീക്ഷണമുള്ള ആളാണെന്ന് തോന്നുന്നു. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ചിറ്റപ്പനോ? അല്ല, കുട്ടി. അയ്യോ, ഞങ്ങൾക്ക് കുട്ടികളില്ല. അയ്യോ, ആ കുട്ടിയല്ല.
കുട്ടി മോളൂട്ടി. ഞാനോ? അത് സ്കൂളിൽ പഠിക്കുമ്പോ ചെറുതായിട്ടൊക്കെ കളിച്ചിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് റിസ്ക് കുറയും നേരം. അല്ല നമുക്ക് ചായ കുടിക്കാൻ പക്ഷേ. അയ്യോ, ഞാൻ ചായ കുടിക്കാറില്ല. ചായ വേണ്ട എനിക്ക്. കുറച്ചു വെള്ളംസ് കിട്ടുമോ? വെള്ളംസ് എന്ന് പറഞ്ഞാൽ വാട്ടർ, വെള്ളം. വെള്ളം പച്ചവെള്ളല്ലേ? അതുണ്ട്. ഓഹോ, എന്നാ വാ. നടന്നോളൂ, നിങ്ങൾ നടന്നോളൂ. ഓ, ജപത്തി നടക്കും, ഞാൻ പറയുന്നുണ്ട്. അമ്മക്ക് ഈ വഴിയൊക്കെ അറിയാവോ? നിങ്ങൾ എന്റെ ഫ്ലാറ്റിന്റെ ആൾക്കാരല്ലേ? ഓ, നീ എന്താടി അങ്ങനെ പറയുന്നത്? അല്ലേടി, അവൾ അവിടെ കിടന്ന് ചാടി തുള്ളുന്ന ഫ്ലാറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഉള്ളത് തന്നെയാടി, ഫ്ലാറ്റൊക്കെ കിട്ടുമോ? കിട്ടും. അമ്മക്ക് എന്തേ അമ്മേ? അമ്മ ഇത് വിശ്വസിച്ചോണ്ടിരിക്കുക? അങ്ങോട്ട് ചെല്ലുമ്പോ അവരവിടെ എടുത്തു വെച്ചേക്കോ ഫ്ലാറ്റ് വർക്ക് കൊടുക്കാൻ വേണ്ടി. വട്ട്. എന്നാലും എന്നാലും ഇല്ല. ഇവര് മാത്രമൊന്നുമല്ല അവിടെ മത്സരിക്കാനുള്ളത്. കൊറേ ആൾക്കാരുണ്ടാവും. എന്നിട്ട് അവര് നല്ലോണം ചെയ്ത് അതിനകത്ത് എലിമിനേഷനോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ശരിക്കും അറിയില്ല. അപ്പൊ ഈ എലിമിനേഷനൊക്കെ കഴിഞ്ഞിട്ട് 2 പേരാണ് ശരിക്കുള്ള മത്സരത്തിൽ വരുള്ളൂ. ആ 2 പേരിലും നന്നായിട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചാലേ ഫ്ലാറ്റ് കിട്ടുള്ളൂ. ഈ മന്ദത്തിക്ക് വല്ല കഴിവുണ്ടോ ഡാൻസ്? അതുകൊണ്ടായിരിക്കും ഒരു ദാണ്ട അവിടെ എന്തൊരു പഠിപ്പിക്കാനൊരു ഡാൻസ് മാഷ് വരുന്നുണ്ട്. പേര് കേട്ട് ഒരു ഡാൻസ് മാഷ്. അതാണ് അവനിന്ന് പണിക്ക് വരുന്നത്. ഇനി ഇപ്പൊ അവര് ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടേ അല്ലെങ്കിൽ താക്കോലും കൊണ്ടേ വരുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നത്. എന്നിട്ട് അവൻ ജോലിക്ക് പോണോട്. എന്നാ പിന്നെ അവൻ ജോലിക്ക് പോലും ഉണ്ടാവില്ല, കിട്ടൂല. അല്ലേടി, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പോ മത്സരത്തിന്. ഈ ക്ലീറ്റോന്റെ കൊടവയറും ഉണ്ടക്കണ്ടും കണ്ട് ആരും തരൂല അമ്മേ. ഞാൻ ഓർത്തത് അത്. എടി, എന്തായാലും നമുക്കെന്നാ അതൊന്ന് കാണാൻ പോവാം. നമ്മളുടെ ഫോട്ടോയും ഒക്കെ എടുക്കും നമ്മളിരുന്ന് കാണുമ്പോഴത്തേക്ക്. അവരവിടെ കിടന്ന് തുള്ളാൻ നേരത്ത് അത് കാണാൻ വേണ്ടി കണ്ണുമുഴിച്ച് അവിടെ പോയി ഇരിക്കല്ലേ? ഞാനൊന്നും വന്നില്ല. എടി, ചിലപ്പോ ഫ്ലാറ്റ് കിട്ടുമോ നമ്മങ്ങനെ അറിയാം. നമുക്ക് ഫ്ലാറ്റും കിട്ടൂല. അമ്മയ്ക്ക് ഇപ്പൊ ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഞാൻ ക്ലീറ്റോന്റെ ഫോണിൽ ഒരു ഫോട്ടോ അങ്ങ് എടുത്തുതരാം. അമ്മ പോകണ്ട. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഒരു ഫ്ലാറ്റ് കിട്ടുമെങ്കിൽ അറിയാനൊക്കത്തില്ല. തോളിയിൽ മാറാ എന്തോന്ന് അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. എന്തോന്ന് 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നത് എങ്ങനെ അറിയാം? ചിലപ്പോ നമുക്കും കൂടെ ഒന്ന് പോവാം. അമ്മ എങ്ങാനും കോണം പോയിട്ട് അമ്മനെ കുത്തിക്കൊല്ലിഞ്ഞ. അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ എന്താന്ന് നമുക്ക് അറിയാമോ? എന്നെ പറയാ, അതെ അങ്ങനെ നിങ്ങൾക്കൊന്നും കിട്ടുമൊന്നുമില്ല, അത് നല്ല സൗന്ദര്യവും കളറൊക്കെ വേണം, എന്നാലേ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കാൻ പോകണം. മന്ദത്തി അവൾക്ക് അങ്ങനെ മുഖത്ത് നോക്കി എന്നോട് പറയാൻ കൊള്ളാമോ? ഇത്തിരി കളറുള്ളതാണ് അവൾ അങ്ങനെ പറഞ്ഞത്. എന്തോന്നാടി ഒരു കുഴപ്പം? അവളെക്കാൾ സുന്ദരി എന്നാ നീ. ഈ വിചാരം അമ്മയ്ക്കില്ലല്ലോ. അമ്മ അവളെ എടുത്ത് പൊക്കത്തേറ്റ് വെച്ചേക്കണത്. അതങ്ങനെ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ വന്നു കയറിയ പെണ്ണല്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ പറയുന്നത്. നമുക്ക് കൂടെ പോവണ്ടമ്മേ, കിട്ടൂലെന്നേ. ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ അവിടെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കാതെ ഞാൻ ചായ എടുക്കാം. അറിയാനൊക്കുവോ? ചിലപ്പോ എല്ലാരും കൂടെ പോയായി. അമ്മേ കട്ട മതിയാ? ഓ, കട്ട മതി.